ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ഒരു തണ്ണിമത്തൻ മുറിച്ചിട്ട് ഇപ്പോൾ എന്താ കാട്ടണമെന്ന് അല്ലേ? അപ്പോൾ തണ്ണിമത്തൻ എന്തായാലും ഈ ഒരു ചൂട് കാലത്ത് അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് ഇത്. നല്ല വെള്ളം ദാഹിക്കാതിരിക്കാനും അതുപോലെ നല്ലൊരു വിറ്റാമിൻ ഉള്ളൊരു പഴമാണ് ഈ ഒരു തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീടുകളിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ തോട് അങ്ങോട്ട് കളയും നമ്മളെല്ലാവരും അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ, അത് ഇനി ആരും കളയരുത് കേട്ടോ. അപ്പോൾ ഇനി തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ ഫുള്ള് ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ ഒരു തണ്ണിമത്തൻ ഈ ഒരു പഴമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തണ്ണിമത്തനാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്കൊരു കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു തോട് മാത്രം നമുക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു അടിപൊളി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ആ തണ്ണിമത്തൻ്റെ ആ ഒരു പഴമൊക്കെ അങ്ങോട്ട് മുറിച്ച് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അപ്പോൾ ഇനി തണ്ണിമത്തൻ വാങ്ങിച്ച രണ്ടുണ്ട് ഉപകാരം. അതിൻ്റെ ആ ഫ്രൂട്ട്സും കഴിക്കാം, ബാക്കി ആ തോട് കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു തോരൻ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയെടുത്ത് വെക്കട്ടെ. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു നമ്മൾ ആ മുറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ചുവപ്പ് ഭാഗം മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു തോലും വൃത്തിയായിട്ട് എടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ഒരു ടേസ്റ്റുള്ളൊരു സംഭവമാണ്, കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ അതിലെന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാനതാ ആ ഒരു ഫ്രൂട്ട്സൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചുവപ്പ് കളയണ വരെ ഒന്ന് മുറിച്ചെടുക്കുക. നല്ലൊരു തണ്ണിമത്തൻ തന്നെയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുകയെന്ന് നമുക്കറിയില്ലല്ലോ, ഉള്ളിലെ കാര്യമല്ലേ. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ നല്ലൊരു തണ്ണിമത്തനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ തോടും നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കേടൊന്നുമില്ല. അതുപോലെ ഈ പച്ച കളറിലുള്ളൊരു കിരൺ പറഞ്ഞിട്ടൊരു തണ്ണിമത്തനും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തോരൻ വയ്ക്കാം. ഞാനത് വെച്ചു. അപ്പോൾ ഇനി ഇതിലൊന്ന് പരീക്ഷിച്ചതാണ്. സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ്സ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവരും ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ കമൻറ്റ്സൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെയല്ല, നമ്മുടെ ചാനലിലെ ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എല്ലാം നിങ്ങൾ ആണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. 4000 വാച്ച് അവറിൻ്റെ അടുത്തായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആകണം. അപ്പോൾ അതിന് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു തണ്ണിമത്തൻ്റെ തോടെല്ലാം ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. ഈ ഒരു കറിക്ക് ഒരു പുളി രസം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിനായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും വേണ്ട ആവശ്യമില്ല, കുറച്ചെടുക്കുക. അത്രയാണ് നമ്മുടെ തണ്ണിമത്തൻ കൈവശം ഉള്ളത്, അതെടുക്കുക. ഞാനൊരു തണ്ണിമത്തൻ്റെ അരയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് തേങ്ങയും എടുക്കുക. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ആ ചെറിയുള്ളി ചേർത്ത് ഒന്ന് ചുവന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെറൈറ്റി ഒരു ഫീൽ തന്നെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു കാര്യം ഒരു സംഭവം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളൊരു ആത്മസംതൃപ്തിയും കൂടി ഇതിൽ കിട്ടും നമുക്ക്. ഇത്രയും തോട് ഇങ്ങനെ കളയുമ്പോൾ അപ്പോൾ ഇത് കണ്ടുപിടിച്ചവർക്ക് ആദ്യം കൊടുക്കണം പ്രൈസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്, കാരണം ഇതും തന്നെ വെള്ളം നന്നായിട്ട് ഊർന്ന് വരും. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതവിടെ വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ അരമുറി തേങ്ങയിൽ നിന്ന് കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. ജീരകം ഇതിൽ ചേർത്തണില്ല ഞാൻ, വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ തനതായ ആ ശൈലി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിതൊന്ന് ഈ ഒരു തണ്ണിമത്തൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വെന്തിട്ടില്ല. ഒന്ന് ഒരിക്കൽ കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പടവലങ്ങ അങ്ങനെയൊക്കെ തോരൻ വെക്കുമല്ലോ, എന്ന പോലെ തന്നെ തോന്നും. പക്ഷെ അതിൽ ആ പടവലങ്ങിൽ ഒരു പുളിപ്പ് രസം ഉണ്ടാവില്ല. ഇതിലൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ സംഭവം നമുക്കത് ഇത് അറിയാത്തവർക്ക് നമ്മളിപ്പോൾ തോരൻ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ ഇത് ഏതാണ് തോരൻ എന്ന് അവർക്ക് കൺഫ്യൂഷനാകും. എന്തായാലും ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങയൊക്കെ അരച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ചെടുത്തത്. പച്ചമുളകും ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ താളിക്കുമ്പോൾ ഏകദേശം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ ചതച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു തണ്ണിമത്തൻ്റെ തോടിലേക്ക് നമ്മൾക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. ഈ അരപ്പ് ഇതിൽ കൊട്ടി കൊടുത്ത ശേഷം ഒരുപാട് ഇളക്കണ്ട, അപ്പം തന്നെ ഇളക്കാൻ പാടില്ല. അത് കുറച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഒന്ന് ആവിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് കുറേ നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം മാത്രം തുറന്നിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ആ തോരൻ അടിപൊളി തണ്ണിമത്തൻ തോട് വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഞ്ഞിയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വയ്യാത്ത കാരണം കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കിയാൽ തന്നെയാണ് നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ വെക്കുന്ന എനിക്കറിയാം. എന്തായാലും ഉപകാരമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.